ടു ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം നമുക്ക് അറിയില്ല, അതുകൊണ്ട് ടി നമുക്ക് കണ്ടെത്തണം. അതുപോലെ ഏത് ഡിസ്റ്റൻസിലാണ് കൊലീഷൻ നടത്തുന്നത് നമുക്കറിയില്ല, അപ്പൊ അതും കണ്ടെത്തണം. ആ ടൈം കണ്ടെത്തണം, അതാണ് നമുക്ക് ഇതിൽ കാണാനുള്ളത്. അപ്പൊ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് വരയ്ക്കാം. ഓരോ ഒബ്ജക്റ്റിന്റെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പൊ ആദ്യം ഇൻക്ലിൻഡ് ലൈൻ പെർപെൻഡിക്കുലർ എടുത്തുകൊണ്ട് റിസോൾവ് ചെയ്യാം. അത് ഈക്വൽ ടു 0, പെർപെൻഡിക്കുലർ ലൈൻ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് ചെയ്യാം. സെയിം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ. അപ്പൊ ഫസ്റ്റത്തെ ഒബ്ജക്റ്റിന്റെ ആദ്യം എടുക്കുക, എനെ കൺസിഡർ ചെയ്യുക. എന്റെ വെയിറ്റ് 250 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ 20 ഡിഗ്രി ആണ്. അതായത് ഇത് 20 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ സൈഡ് 20 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാലൻസ് കാണുന്നുണ്ടെങ്കിൽ 90 നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ 70 ആയിരിക്കും ബാക്കി ഇവിടെ വരുന്ന ആംഗിൾ. അപ്പൊ 70 ആണ് ആംഗിൾ എന്ന് കിട്ടി. ഈ സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ 17 ഇൻറ്റു ഇത് മ്യൂവിന്റെ വാല്യൂ ആണ്. ഫ്രിക്ഷൻ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷന്റെ എയുടെ കേസിൽ 0.3 RNA ആണ്. ഇതിലേക്ക് വരുന്ന ഒരു റിയാക്ഷൻ ആണ്. ഇവിടുത്തെ ഒരു റിയാക്ഷൻ ആണ് പറയുന്നത് RNA. അതായത് താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു റിയാക്ഷൻ RNA. പിന്നെ ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് എപ്പോഴും താഴോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ. പിന്നെ ഇവിടെ വരുന്ന ഫ്രിക്ഷൻ ഇവിടെ പറഞ്ഞു. അപ്പൊ ഇവിടെ ആംഗിൾ ഇൻക്ലിൻഡ് ആംഗിൾ ഫോം ചെയ്യുമ്പോൾ എങ്ങനെ വരും, 250 ഇൻറ്റു ഇവിടുത്തെ വെയിറ്റ് 250 ആണ്. 250 ഇൻറ്റു സൈൻ 70 വരും. ഈ ആംഗിളാണ് ഫോം ചെയ്യുന്നത്. ഈ ആംഗിളാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊരു 250 ഇൻറ്റു കോസ് 70 വരും. ഈ ആംഗിളാണ് ഫോം ചെയ്തത്. അതായത് ഈ ആംഗിളാണ് കൂടെ ഫോം ചെയ്തത്. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ വരുന്നത് 250 ഇൻറ്റു കോസ് 70 വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ വരുന്നത് 250 ഇൻറ്റു സൈൻ 70 വരും. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സിന് ഇതിൽ ചെയ്യാം. മോഷന്റെ ഡയറക്ഷൻ എപ്പോഴും താഴോട്ടാണ് വരുന്നത്. മോഷന്റെ ഡയറക്ഷൻ താഴോട്ട് വരുന്നത് അതുകൊണ്ട് താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് എടുക്കാം. നെറ്റ് പെർപെൻഡിക്കുലർ ദ ഇൻക്ലിൻഡ് പ്ലെയിൻ ആംഗിൾ. അപ്പോൾ ഇവിടുത്തെ RNA എന്ന് പറയുന്നത് താഴെ വരുന്ന ഭാഗം, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഇത് RNAയും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിൽ വരുന്ന ടേം 250 സൈൻ 70 കിട്ടും. ഇത് ഈക്വൽ ടു 0 കൊടുക്കാം. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ. RNA ഈക്വൽ ടു മൈനസ്, അതായത് ഇത് നെഗറ്റീവ് താഴേക്കാണ്, ഈ ആംഗിളൊക്കെ താഴേക്ക് വരുന്നതുകൊണ്ട് നെഗറ്റീവ് വരും. ഇത് RNA മുകളിലേക്ക് വേണ്ടത് പോസിറ്റീവ് ആയി. അപ്പൊ RNA മൈനസ് 250 ഇൻറ്റു സൈൻ 70 കിട്ടും. RNAയുടെ വാല്യൂ കാണാനായിട്ട് ഇതിനെ ഈക്വലിന് അപ്പുറത്തോട്ട് ഉണ്ടായി നമുക്ക് RNAയുടെ വാല്യൂ കിട്ടി. സെയിം ഇതിന്റെ നെറ്റ് ഫോഴ്സ് അലോങ് ദി പ്ലെയിൻ ഈക്വൽ ടു MA കൊടുക്കാം. അപ്പൊ ഇവിടെ വരുന്ന നോക്കി, ഇവിടെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഏതൊക്കെ വരും, 250 ഇൻറ്റു കോസ് 70 വരും. ഒരു മ്യൂവിന്റെ വാല്യൂ ഉണ്ട് 0.3 RNA വരും. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇത് നെഗറ്റീവ് വരും. ഇത് മുകളിലേക്ക് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് വരും. അപ്പൊ 250 ഇൻറ്റു കോസ് 70 മൈനസ് ഈ ടേം മൈനസ് 0. RNA ഈക്വൽ ടു MA. MA എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് MAയുടെ വാല്യൂ തന്നേക്കണം, ന്യൂട്രലാണ് തന്നേക്കണം. 250 ന്യൂട്രൺ ആണ് തന്നേക്കണം. അതുപോലെ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കാം. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, ക്ലിയർ ആയിട്ടാ. ഇവിടെ പറയാം, ഇവിടെ ഈ MAയുടെ വാല്യൂ, എമ്മിന്റെ വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നത് 250 ആണ്. അപ്പൊ 250 ഡിവൈഡഡ് ബൈ 9.81 ചെയ്യണം ഇത് കിലോഗ്രാമിലേക്ക് ആക്കാനായിട്ട്. ഇത് ന്യൂട്ടന്റെ തന്നിരിക്കുന്ന വാല്യൂ 250 ന്യൂട്ടൺ ആയിരുന്നു. അപ്പൊ അതിനെ കിലോഗ്രാമിലേക്ക് ആക്കാനായിട്ട് 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇൻറ്റു ഇവിടെ നമ്മുടെ ആക്സലേഷൻ. അപ്പൊ ഇതിലും നമുക്ക് ഈ 250 എല്ലായിടത്തും കോമൺ ആണ്. ഇവിടെ 250 ഉണ്ട്, ഇതിൽ 250 ഉണ്ട്. അതേപോലെ ഇവിടെ ഈ RNAയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. RNAയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തിയേക്കണം ഈ ടേം അല്ലേ, ഇതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 250 ഇൻറ്റു കോസ് 70 മൈനസ് 0.3 ഇൻറ്റു 250 സൈൻ 70 ഈക്വൽ ടു MAയുടെ വാല്യൂ 250 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു A എന്ന് കിട്ടും. ആക്സലേഷൻ കിട്ടും. അപ്പൊ ഈ ആക്സലേഷന്റെ വാല്യൂ നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇത്രയും ടേമിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ 250യും ഈ 250യും ഈ 250യും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടെത്താം. അപ്പൊ നമുക്ക് കിട്ടുന്ന എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.59 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ മതി. കോസ് 70യുടെ വാല്യൂ എടുക്കുക, ഇവിടെ കോസ് സൈൻ 70യുടെ വാല്യൂ ഇൻറ്റു 0.3 ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക.
എന്നിട്ട് ഇതിന്റെ ഇതുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ 9.81 പുറത്തോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പം എയുടെ വാല്യൂ കിട്ടും. ഇത് ക്ലിയർ ആണോ? എയുടെ വാല്യൂ ആണ് 0.59 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണോ അത്? അടുത്ത ഇനി ഒരു കേസും കൂടി ഇല്ല, ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ട്, അത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇതുപോലെ തന്നെ വരയ്ക്കാം. ഇതിലൊരു ഒബ്ജക്റ്റ്, ഇതിലേക്ക് വരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 500 ന്യൂട്ടൺ ആയിരുന്നു. ഇതിന്റെ ആംഗിൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഈ ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും, ഇത് 20 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഈ ആംഗിൾ 20 ഡിഗ്രി തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് 20 ഡിഗ്രി മൈനസ് കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് 70 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇത് 20 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 90 മൈനസ് കഴിഞ്ഞാൽ നമുക്ക് 70 ഡിഗ്രി കിട്ടും. ഇനി അതുപോലെ ഇവിടുത്തെ മ്യൂ എന്ന് പറയുന്നത് 0. ഇവിടെ നിന്ന് ഉള്ള ഫ്രിക്ഷന്റെ ഫോഴ്സ് ഡയറക്ഷൻ ഇത് തന്നെ ഇൻറ്റു RNA, ഇവിടെ RNB എന്ന് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും RNB ആയിരിക്കും. ഇനി ഇതിന്റെ ഇംഗ്ലീഷ് ആംഗിൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇവിടുത്തെ വെയിറ്റ് 500. അപ്പൊ ഈ ആംഗിളാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 500 ഇൻറ്റു കോസ് 17, ഇപ്പുറത്ത് 500 ഇൻറ്റു സൈൻ 17 കിട്ടും. ഇത്ര ക്ലിയർ അല്ലേ? ഇത് ഇനി പെർപെൻഡിക്കുലർ ടു ലൈന് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഇത് 0 വരും. അപ്പൊ RNB ഇത് മുകളിലേക്കുള്ള ആംഗിൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പോസിറ്റീവ് ആണ്. പിന്നെ അതിന്റെ അപ്പുറത്ത് വരുന്നത് ഈ ടേം 50. ഇത് ആംഗിൾ ഇത് ഇതിലേക്ക് വരുന്നത് കൊണ്ട് ഇതൊക്കെ ആംഗിൾ ഇതിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് 500 ഇൻറ്റു സൈൻ 70 ഈക്വൽ ടു 0. ഇതിൽ RNB കാണുമ്പോൾ നമുക്ക് RNBയുടെ വാല്യൂ 500 ഇൻറ്റു സൈൻ 70 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഫോഴ്സ് അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടും ഫോഴ്സ് ഈക്വൽ ടു MA എന്നുള്ള ഇക്വേഷൻ ആണ് വരാം. അപ്പൊ ഇതിന്റെ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ആംഗിളൊക്കെ 500 കോസ് 17 മൈനസ് ഈ ടേം ആണ് ഇനി അടുത്ത് വരുന്നത്, ഈ മ്യൂവിന്റെ വാല്യൂ വരുന്നത്. അത് ഇത് അങ്ങോട്ട് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് മൈനസ് വരും. 0.2 ഇൻറ്റു RNB ഈക്വൽ ടു ഇവിടുത്തെ മാസ് 500 ആണ്. ഇത് 500 ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു ആക്സിലേഷൻ കാണാം. ഇനി ഇതിലത്തെ ഈ RNBയുടെ വാല്യൂ ഈ വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 500 കോസ് 17 മൈനസ് 0.2 ഇൻറ്റു 500 സൈൻ 17 ഈക്വൽ ടു ഇവിടെ ഉണ്ടായിരുന്ന 500 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു A എന്ന് കിട്ടും. ഈ 500 മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി കാൽക്കുലേറ്റ് ഇട്ട് സോൾവ് ചെയ്യാം. കോസ് 70യുടെ വാല്യൂ എടുക്കുക, ഇവിടെ സൈൻ 70യുടെ വാല്യൂ എടുക്കുക, ഇൻറ്റു 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ 981 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എക്ക് ഒരു വാല്യൂ കിട്ടും. എയുടെ വാല്യൂ 1.51 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടിയത്. ക്ലിയർ ആണോ? ഇനിയും ഇത് കഴിഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ ഇനിയുണ്ട്. നമ്മൾ ഈ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഈ ദൂരമാണ്, ഈ എക്സിന്റെ ഈ ദൂരമാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഈ ഫിഗർ നമ്മൾ പറഞ്ഞു, അതായത് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ദൂരം നമുക്ക് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, 10 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ഇത് 10 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടെ വരെയുള്ളത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്താ എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടെ വരെയുള്ളത് എന്താവും? x+10 ആയിരിക്കും. ഇതിലെ ഈ എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. ഇത് ഇവിടേക്ക് എത്താനുള്ള ടൈമാണ് നമുക്ക് കാണേണ്ടത്. രണ്ടെണ്ണം എനിക്ക് കാണുന്നത്, എക്സും കിട്ടണം, ഈ ടൈമും കിട്ടണം. അതിനുവേണ്ടി ആദ്യം ഫസ്റ്റത്തെ ഒബ്ജക്റ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഒബ്ജക്റ്റിനെ നമുക്ക് വരയ്ക്കാം. ഇവിടെ നമുക്ക് ചെയ്യാം. x ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയറിന്റെ ഇക്വേഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ടൈം ഉണ്ട്, ആക്സിലേഷൻ ഉണ്ട്, അത് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം A എന്ന ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ ഫിഗർ, ആദ്യത്തെ ഇതിന്റെ
വാല്യൂ കാണാം. അപ്പൊ നമുക്ക് എസ് എ സീക്വൽ ടു യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയില്ല, അത് 0 എന്ന് കൊടുക്കുക. അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പൊ 0 × t ചെയ്യുമ്പോൾ ഈ ടേം മൊത്തം 0 ആയിട്ട് പോകും. പ്ലസ് ഹാഫ് എ നമുക്കറിയാം, എ × t സ്ക്വയർ. അപ്പൊ എക്സ് ഓഫ് എയുടെ വാല്യൂ ഇപ്പൊ ഈ എക്സിന് പകരം നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ടേം ആദ്യത്തെ ഇത് വരുമ്പോ രണ്ട് ഫിഗർ വരുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരിക്കും നമ്മുടെ എസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സിന് പകരം എക്സ് കൊടുക്കുക. ഇതിന്റെ എക്സിന്റെ വാല്യൂ ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടി. ഇതിൽ എയുടെ വാല്യൂ നമുക്കറിയാം, എയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2. എയുടെ വാല്യൂ 0.59 ആണ് ഇൻറ്റു ടി സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്തത് എസ് ബി രണ്ടാമത്തെ കേസിന് ഇവിടത്തെ കേസ് എടുക്കാം. ഇവിടത്തെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എസ് ബിയുടെ ഈ ഇക്വേഷൻ തന്നെ കൊടുക്കാം. നമുക്ക് യു ടി പ്ലസ് ഹാഫ് എ ബിയുടെ കേസിൽ ടി സ്ക്വയർ. ഈ യുവും ഇനീഷ്യൽ വാല്യൂ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഇത് 0 ആയിട്ട് പോകും. ഈ ടേം മാത്രം വരും ഇവിടെ. ഇവിടെ 1/2 ഇൻറ്റു എയുടെ വാല്യൂ വരുന്നത് ഇവിടെ നമുക്ക് രണ്ടാമത്തെ കേസിൽ എയുടെ വാല്യൂ കിട്ടിയത് 1.51 ടി സ്ക്വയർ ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. അപ്പൊ ഈ ടൈമിൽ എന്തായിരുന്നു? ഇവിടെ 10 + x ആയിരുന്നു. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് എക്സ് ആണെങ്കിൽ മൊത്തം ഇതിന് ഇവിടെ വരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇത് 10 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 10 + x ആണ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത് മൊത്തം ഇവിടേക്ക് എത്തണമെങ്കിൽ. അപ്പൊ നമുക്ക് 10 + x എന്ന് കൊടുക്കാം. അപ്പൊ 10 + x = ഇതും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എക്സിന്റെ വാല്യൂ ഇതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. അപ്പൊ നമുക്ക് ടി സ്ക്വയർ കാണാം. അപ്പൊ നമുക്കിവിടെ 10 പ്ലസ് എക്സിന്റെ വാല്യൂ 1/2 0.59 ടി സ്ക്വയർ ഈക്വൽ ടു 1.51 ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് ഇതിന് ഇക്വേറ്റ് ചെയ്തിട്ട് ടി സ്ക്വയറിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അതായത് ഈ ടേമിന് ഈ പ്ലസ് ടേമിന് ഇപ്പുറത്തോട്ട് ഉണ്ടാവുക. അപ്പൊ 10 അവിടെ തന്നെ നിൽക്കും. 10 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ 1/2 1.51 ടി സ്ക്വയർ ഉണ്ട്. ഇത് മൈനസ് 1/2 0.59 ടി സ്ക്വയർ വരും. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ഇട്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ ടി സ്ക്വയർ അങ്ങനെ ഇട്ടിട്ട് സോൾവ് ചെയ്യുമ്പോൾ ബാലൻസ് ഇവിടെ 0.46 ടി സ്ക്വയർ വരും. ഇത് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇനി ഇതിൽ ടി കാണുന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ 10 ഡിവൈഡഡ് ബൈ 0.46 വരും. എന്നിട്ട് അതിന് റൂട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടിയുടെ വാല്യൂ കിട്ടും. ഇപ്പൊ ടിയുടെ വാല്യൂ കിട്ടിയത് 4.66 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഈ ടിയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ടിയുടെ വാല്യൂ കൊണ്ടിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ടിയും എക്സും ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ ടിക്ക് പകരം ഈ 4.66ന്റെ ഹോൾ സ്ക്വയർ ഇട്ടിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടിയേക്കുന്നത് 6.41 ആണ്. അപ്പൊ ഒരു എക്സ് കിട്ടി. അതായത് ഈ പോയിന്റ് ഇവിടെ വരെ ഉള്ളത് എക്സ് ആണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് കിട്ടിയത് 6.41 ആയിട്ട് കിട്ടി. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും വരെയുള്ള സൈഡ് കാണാം. അപ്പൊ ഇവിടെ 10 + x ആണ്. അപ്പൊ ഇതിൽ കൂടെ എന്ത് വേണം? 10 കൂടി ഈ വാല്യൂ കൂടെ 10 കൂടി ആഡ് ചെയ്താൽ ഇത് എസ് എയുടെ വാല്യൂ കിട്ടി. ഇനി ഈ ബ്ലോക്കിന്റെ കിട്ടണമെങ്കിൽ ബി ബ്ലോക്കിന്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 + x ആണ്. അപ്പൊ എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 10 + 6.41 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 60.41. ഇതായിരിക്കും ബിയുടെ വാല്യൂ. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഇതിന്റെ താഴത്തെ ഫിഗറിൽ തന്നേക്കുന്നത്. അത് തെളിഞ്ഞിട്ടില്ല. അത് അടുത്ത ദിവസം നോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്ത് വേറെ ഇട്ട് തരാം. അതൊന്നും തെളിഞ്ഞില്ല. ഇനി മോഷൻ ഓഫ് എ കണക്റ്റഡ് ബോഡി പറയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയേ 2 ഒബ്ജക്റ്റുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ വരുന്ന മോഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് മോഷനിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടുത്തെ 2 സൈഡിലെയും ടെൻഷൻ ഒരു സ്ട്രിങ്ങിൽ കിടന്ന് ഈ 2 ഒബ്ജക്റ്റുകളും ഓരോ ഡയറക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും ഇവിടെ 2 സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? 2 സൈഡിലും ടെൻഷൻ ഉണ്ടായിരിക്കും. ആ 2 സൈഡിലെ ടെൻഷനും സെയിം ആണെന്ന് പറഞ്ഞു. അതുപോലെ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവില്ല. ഇവിടെ ഈ 2 സ്ട്രിങ് സ്മൂത്ത് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ആക്സിലേഷൻ ആണ് കണ്ടുവരിക. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ വരുമ്പോ ഇത് മുകളിലോട്ടും ഇത് താഴേക്കാണ് ഡയറക്ഷൻ വരിക. അത് വെയിറ്റിനനുസരിച്ച് ഇത് മുകളിലേക്കും ഇത് താഴേക്കും വരും. അപ്പൊ ഇത് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ M2 > M1 ആണെങ്കിൽ മാത്രമേ ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് വരുള്ളൂ. അത് ഇത് M2 ഇതിന്റെ മാസ് M2 ആണെങ്കിൽ ഇതിന്റെ മാസ് M1 ആണ്. അപ്പൊ M2 M1 വലുതാണെന്നുണ്ടെങ്കിൽ ഇതാണ് വലുതെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ മാസാണ് വലുതെന്നുണ്ടെന്നുണ്ടെങ്കിൽ M1 ആണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇത് മുകളിലേക്കും
ഇത് താഴേക്ക് വരും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അപ്പൊ ടെൻഷൻ വരുമ്പോൾ എപ്പോഴും സെയിം ആയിരിക്കും. രണ്ട് മാസത്തിന്റെയും ടെൻഷൻ വരുന്നത് സെയിം ആയിരിക്കും. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ടാണ്, ലോ ഓഫ് മോഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാസ് 16 kg ആണ് പറഞ്ഞിട്ടുണ്ട്. ഇത് ലൈസ് ഓൺ ദ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ. അപ്പൊ സ്മൂത്ത് ആണെന്ന് പറഞ്ഞത്, അപ്പൊ സ്മൂത്ത് ഇവിടെ പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് എന്തില്ല, ഫ്രിക്ഷൻ ഇല്ല ഇവിടെ. ഹൊറിസോണ്ടൽ ടേബിൾ അതൊരു ടേബിൾ ആണ്. അതിൽ രണ്ട് ഒബ്ജക്റ്റ്, ഒന്നിന്റെ മാസ് m1ഉം അടുത്തതിന്റെ മാസ് m2ഉം. ഇതൊരു പുള്ളി വെച്ചുകൊണ്ട്, സ്മൂത്ത് ഗൈഡ് പുള്ളി വെച്ചുകൊണ്ട് കണക്ട് ചെയ്തിരിക്കാം. ഈ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഫ്രിക്ഷൻ ഇല്ലാത്ത കേസാണ്. എഡ്ജ് ഓഫ് ദ ടേബിളിൽ വരുന്ന ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് 15 kN ആണ്. ആദ്യത്തെ 16 kN ആണ് തന്നത്. ഹാങ്ങിങ് ഫ്രീലി ഫൈൻഡ് ദ ടെൻഷൻ ഓഫ് ദ സ്പ്രിംഗ് ആൻഡ് ആക്സിലറേഷൻ. ടെൻഷനെയും ആക്സിലറേഷനെയും നമുക്ക് കാണാൻ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ അറിയുന്ന ടേമുകൾ എന്തൊക്കെയാണ്? m1ന്റെ മാസ് തന്നിട്ടുണ്ട്, m2ന്റെ മാസ് തന്നിട്ടുണ്ട്. അതായത് ഈ ഒബ്ജക്റ്റിന്റെ മാസും ഈ ഒബ്ജക്റ്റിന്റെ മാസും തന്നിട്ടുണ്ട്. അപ്പൊ തന്നെടുത്ത് എഴുതാം, m1ന്റെ മാസ് 16 കിലോഗ്രാമും m2ന്റെ മാസ് 15 കിലോഗ്രാമാണ്. ഇനി രണ്ട് സ്മൂത്ത് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിൽ നിന്നും ഇതിപ്പോ ടി എന്ന് പറഞ്ഞത് ടെൻഷൻ ആയിരിക്കും. രണ്ട് സൈഡിലും ഇവിടെയും ഇവിടെയും എന്തായിരിക്കും? ടി സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം. അതിനുശേഷം ഈ ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം. അപ്പൊ ഇവിടെ നേരത്തെ തന്ന പോലെ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയത് ന്യൂട്ടണിലല്ല തന്നിരിക്കുന്നത്, എമ്മിലാണ് തന്നിരിക്കുന്നത്, മാസിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ ന്യൂട്ടണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 9.8 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് ന്യൂട്ടൺ ആയിട്ട് കിട്ടും. സ്മൂത്ത് ആയതുകൊണ്ട് ഫ്രാക്ഷൻ ഇല്ലാന്ന് മനസ്സിലായി. ഇനി ഫസ്റ്റത്തെ ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് വരച്ചു. ഡയഗ്രം വന്നു, m1 ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഇവിടെ 16 kN ആണെന്ന് കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിലോഗ്രാമിന് ന്യൂട്ടണിലേക്ക് ആക്കുമ്പോൾ 16 × 9.8 ആണെന്ന് കിട്ടും. ഇതിന് താഴെ നിന്നുള്ള റിയാക്ഷൻ ആണ് R. ഇതിൽ വരുന്ന ടെൻഷൻ, അതായത് ഒരു ടെൻഷൻ എന്തായാലും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ടെൻഷൻ വരുന്നത് ഇതിലേക്കായിരിക്കും. അത് ഇങ്ങടല്ലേ മൂവ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടെൻഷൻ വരുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ T കൊടുത്തു. ഇനി ഇതിൽ നിന്നും ഇത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് പോസിറ്റീവും, ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആയിരിക്കും. ഈ ഡയറക്ഷൻ പറഞ്ഞു. ഇനി ഇതിന്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ വാല്യൂ കണ്ടെത്താം. വെർട്ടിക്കൽ വാല്യൂ ഈക്വൽ 0 ആയിരിക്കും. വെർട്ടിക്കൽ വാല്യൂ വരുന്നത് ഇവിടുത്തെ, വെർട്ടിക്കലായിട്ട് വരുന്നത് ഇവിടുത്തെ ഇത് n ആയിട്ട് എടുക്കുകയാണെങ്കിൽ RNAയും ഈ 16 × 9.8 നേരത്തെ ചെയ്ത അതേപോലെ തന്നെ RNA - 60.98 = 0 കിട്ടും. RNAയുടെ വാല്യൂ 16 × 9.8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഹെറിസോണ്ടൽ കാണുമ്പോൾ ഈക്വൽ ടു MA ആണ് എടുക്കേണ്ടത്. ഹെറിസോണ്ടലായിട്ട് നമുക്ക് ഈ ഒരെണ്ണേ ഉള്ളൂ. ഹെറിസോണ്ടലായിട്ട് ഈ ടെൻഷൻ മാത്രമേ ഉള്ളൂ. ടെൻഷൻ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ T പോസിറ്റീവ് ആണ്. ഈക്വൽ ടു MA. M എന്ന് പറയുന്നത് ഇവിടെ മാസാണ് എടുക്കുന്നത്. ഇവിടെ മാസാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്തെടുത്താൽ മതി? 16 എഴുതിയാൽ മതി. ഇതിനെ കിലോഗ്രാമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ മാസാണ് തന്നിരിക്കുന്നത്. ന്യൂട്ടണിലേക്ക് ആക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, മാസിനെ വെറുതെ ആ തന്നിരിക്കുന്ന വാല്യൂ എടുത്താൽ മതി. അപ്പൊ T ഈക്വൽ ടു മാസിന്റെ വാല്യൂ 60 × A എന്ന് കിട്ടുന്നത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ എടുക്കുക, താഴേക്കുള്ളത് എടുക്കുക. അവിടെയും അഫക്ട് ചെയ്യുന്ന ഫോഴ്സ് 15 കിലോ മാസ് ആണ് വരുന്നത്. അത് ന്യൂട്ടണിലേക്ക് ആക്കുമ്പോൾ 9 × 8 വരും. ഇവിടെ അടിയിൽ നിന്ന് വരുന്നൊരു ഫോഴ്സ്, ഇവിടെ വരുന്നത് ടെൻഷൻ ആയിരുന്നു, അടിയിൽ നിന്ന് വരുന്നത് ടെൻഷനായിട്ട്. ആ ടെൻഷൻ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് താഴെ ടെൻഷൻ കൊടുക്കാം. ഇത് മുകളിലേക്ക് പോകുന്തോറും നെഗറ്റീവും, താഴേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആണ്. അതിന് ഇനി നേരത്തെ കൊടുത്ത പോലെ ഇവിടെ വെർട്ടിക്കൽ വേണ്ട, ഹൊറിസോണ്ടൽ വേണ്ട. അപ്പൊ വെർട്ടിക്കൽ കാണുമ്പോൾ എന്ത് വരും? വെർട്ടിക്കൽ ഈക്വൽ ടു MA എന്ന് വരും. വെർട്ടിക്കൽ ആയിട്ട് വരുന്നത് ഇവിടെ 15 × 9.81 പിന്നെ ഇവിടുത്തെ ടെൻഷനാണ്. ആ ടെൻഷൻ ഇവിടെ ആരോ വരുന്നത്, ഇത് ആരോ താഴേക്ക് വരുമ്പോൾ പോസിറ്റീവ്, മുകളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എന്ന് പറയണം. അപ്പൊ ഈ ടെൻഷൻ എന്തായിരിക്കും? മുകളിലേക്ക് പോകുന്ന സമയത്ത് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് നെഗറ്റീവ് വരും. എമ്മിന്റെ വാല്യൂ 15 ആണ്. ന്യൂട്ടന്റെ വാല്യൂ എഴുതണ്ട, 15 ഇടാ, × A കൊടുക്കാം. ഇത് നമുക്ക് എന്തായിട്ട് മാറി? ഇതൊരു ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടിയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടിയുടെ വാല്യൂ എന്ത് വരും? 16. ഇവിടെ T ഈക്വൽ ടു 16 × A. അപ്പൊ നമുക്ക് ടിക്ക് പകരം 16 A എന്ന് കൊടുക്കാം. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 16 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് മൈനസ് ആയിരുന്നു, അപ്പുറത്തോളം പ്ലസ് ആവും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 110 A എന്ന് കിട്ടും. ഇതിൽ A കാണുന്നുണ്ടെങ്കിൽ ഇതേ ഡിവൈഡ് ബൈ 110 ചെയ്തിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ കിട്ടും. അപ്പൊ കൂടെ എയുടെ വാല്യൂ 4.46 m/s² എന്ന് കിട്ടി. ആക്സിലേഷൻ കിട്ടി നമുക്ക്. ഇനി ആക്സിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ടെൻഷന്റെ വാല്യൂ കിട്ടും. ഇവിടെ എയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷന്റെ വാല്യൂ കിട്ടി.
കേസ് 16 × 4.46 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ടെൻഷന്റെ വാല്യൂ കിട്ടി. ഇത് രണ്ടുപേരും നമുക്ക് കാണാനുണ്ടായിരുന്നു. സിമ്പിൾ അല്ലേ ഇത്? ക്ലിയർ ആയില്ലേ ഇത്? ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 blocks are joined by an inextensible string. Figure system is released from the റസ്റ്റിൽ നിന്ന് റിലീസ് ആയി determine the velocity of a block. വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്, മൂവ് ചെയ്തിരിക്കുന്നത് 2 മീറ്ററിൽ ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ assume the coefficient of friction കാണണം. ബ്ലോക്ക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.25 തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ബ്ലോക്കിന്റെ നേരത്തെ സെയിം ഫിഗർ തന്നെയാണ്. അപ്പൊ രണ്ട് ഒബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട്, M1 M2 തന്നിട്ടുണ്ട്. അതിന്റെ മാസ് 200 എന്നും 300 ആണെന്ന് തന്നിട്ടുണ്ട്. 300 ഒരെണ്ണം 300 ആണ്. M2 300ഉം ഇത് 200 തന്നിട്ടുണ്ട്. പിന്നെ മ്യൂ തന്നിട്ടുണ്ട് 0.25. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ചെയ്താൽ മതി. നോക്കിയേ, ഫസ്റ്റ് ഒബ്ജക്റ്റ് എടുക്കുക, ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഇവിടെ താഴേന്ന് വരുന്നത് റിയാക്ഷൻ RNA, ഇത് 200, അത് ന്യൂട്രൽ, ഇത് കിലോഗ്രാമിൽ വന്നേക്കണം, ന്യൂട്രലിലേക്ക് ആക്കിയിട്ട് 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനി ഇവിടെ നമുക്ക് എന്ത് ടെൻഷൻ വരുന്നുണ്ട്, ഇവിടെ നിങ്ങളുടെ ടെൻഷൻ വരുന്നുണ്ട്, ആ ടെൻഷൻ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ആയതുകൊണ്ട് ഈ ടെൻഷൻ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ഫ്രിക്ഷന്റെ കേസ് പറഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ RN ആണ്. അത് മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.25 തന്നിട്ടുണ്ട്, RN ആണ് തന്നിട്ടുണ്ട്. ഇനി ആദ്യം സിഗ്മ V0 കാണാം. സിഗ്മ V0 ആണെന്ന് വെർട്ടിക്കലായിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. RN പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അപ്പൊ നമുക്ക് RN - 200 × 9.81 0 എന്ന് കൊടുക്കുക. ഇതിൽ RNന്റെ വാല്യൂ കണ്ടെത്തി. ഇത് ക്ലിയർ അല്ലേ? മുന്നേ ചെയ്ത സെയിം കേസ് തന്നെ. ഇനി അടുത്തത് സിഗ്മ H കാണാം. സിഗ്മ H = MA ആണെന്ന് എടുക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സിഗ്മ H എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് വരുന്ന T മാത്രമേ ഉള്ളൂ. ഇത് T ഉണ്ട്, T കൊടുത്തു, T മൈനസ് പിന്നെ വരുന്ന എന്തായിരുന്നു ഈ കേസാണ്. ഈ രണ്ട് ലൈനല്ലേ, ഇതും വരും ഇതും വരും. അപ്പൊ T അങ്ങനെ തന്നെ വരും. ഇത് ഈ സൈഡിലേക്ക് വരുന്നത് പോസിറ്റീവ് ആണ്, ഫ്രിക്ഷൻ ഈ സൈഡിലേക്ക് വരുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ 0.25 R എന്നുള്ളത് നെഗറ്റീവ് ആവും. = മാസ് ഇവിടത്തെ 200 ആയിരുന്നു, 300 മറ്റേത് മാറിപ്പോയിട്ട് 300 ആയിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെയല്ലേ കാണുന്നത്. 200 ഏത് കൊടുത്തു. രണ്ട് കേസ്. ഇനി ഇതിൽ നിന്നും ഈ ടിയുടെ വാല്യൂ നമുക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ, അല്ല RNയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. RNയുടെ വാല്യൂ കൂടെ കിട്ടണം നമുക്ക്. ഈ RNയുടെ വാല്യൂ കൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് T - 0.25 × RNയുടെ വാല്യൂ കൊടുത്തു, = 300 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇപ്പൊ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് ഒരു ഇക്വേഷൻ കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. T - 0.25 × 200 × 9.81 = 200 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ഫിഗർ എടുക്കാം. സെയിം കേസിൽ ഇവിടെ നമുക്ക് 300 × 9.81 ആണ് വരിക. M2 ഇവിടെ താഴേക്ക് വലിയുമ്പോൾ ടെൻഷൻ വരുന്നത് ഇവിടെ നിന്നായിരിക്കും. ടെൻഷൻ കാണിക്കാൻ വേണ്ടി ഇവിടെ ഈ ലൈനിൽ തന്നെയാണ് ടെൻഷൻ വരുന്നത്. പക്ഷെ നമുക്ക് മുകളിലേക്കാണ് പോകുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ വലിയും ഫിഗറിൽ. അതായത് ഇവിടെ നിന്ന് ഇങ്ങടെ മുകളിലേക്കാണ് ടെൻഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ താഴെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വലിയും തോറും ഇത് താഴേക്ക് വരും. അപ്പൊ ഇത് താഴേന്ന് ഈ ഡയറക്ഷനിലാണ് നമ്മുടെ ടെൻഷൻ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് നെഗറ്റീവ് ആവും. അപ്പൊ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ ഉണ്ടാക്കാം. V എന്ന് പറയുമ്പോൾ MA വരും. അപ്പൊ നമുക്ക് 300 × 9.81 വരും. ഇത് താഴേക്ക് ആയതുകൊണ്ട് ഇത് മൈനസ് ആയിരിക്കും വരാം. -T = 300 × A വരും. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്തു. നേരത്തെ കണ്ടെത്തിയ പോലെ ഇതിന്റെ വെർട്ടിക്കൽ ഉള്ളത് കാണാം. ഇത് സോൾവ് ചെയ്യുന്നുണ്ട് കാണാനായിട്ട്. അതായത് ഇത് ഇക്വേഷൻ നമ്പർ 2 ആക്കി. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ ഈ ടിയും അത് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു -T ആണ്, ഇതൊരു +T ആണ്. അതായത് ഇവിടെ കിടക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനിൽ -Tയും ഇത് +Tയും ആണ്. അപ്പം ഒരു +T - T ചെയ്യുന്ന സമയത്ത് ഇത് പ്ലസ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അപ്പൊ ഇത് രണ്ടും ഇതിൽ നിന്ന് പോയി, ഈ T ഇവിടെ നിന്ന് പോയി, ബാക്കി നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇത് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് സോൾവ് ചെയ്യാം. ഇത് 300 A ഉണ്ട്, ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ കാൽക്കുലേറ്റർ കൊടുത്താൽ നേരിട്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എയുടെ വാല്യൂ നമുക്ക് കിട്ടും. വെച്ചാൽ എയുടെ ഡേയും കൂടെ ഒരുമിച്ച് ഇത് ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ വാല്യൂ തമ്മിൽ ആഡ് ചെയ്യാം. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 500 × 9.81 ഇതിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഒരു 0.25 മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും.
ഇപ്പുറത്തോട്ട് ഒരു ഈ സൈഡിൽ ഇവിടെ 200 എയും 300 എ പറയുമ്പോൾ ഒരു 100 എ വരും. ഈ 50 ക്യാൻസൽ ചെയ്ത് കളയാം. സോൾവ് ചെയ്തിട്ട് ഇതിന് ബാലൻസ് എയുടെ വാല്യൂ എ ഈക്വൽ എന്ത് വരും, ഇത് ഡിവൈഡ് ബൈ ഇതെന്ന് കിട്ടും. 204.52 ഡിവൈഡ് ബൈ 500. അപ്പൊ എയുടെ വാല്യൂ സോൾവ് ചെയ്തിട്ട് 4.505 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ എയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ടെൻഷന്റെ വാല്യൂ കിട്ടണ്ടേ? ഇവിടെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇനി വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞത്. വെലോസിറ്റി ആണ് ക്വസ്റ്റൻ തന്നേക്കുന്നത്. 2 മീറ്റർ മൂവ് ചെയ്യുന്നിടത്ത് വെലോസിറ്റി 2 മീറ്റർ എന്നൊക്കെ പറഞ്ഞോട് തന്നിട്ടുണ്ട്. അപ്പൊ വെലോസിറ്റി കാണുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഇക്വേഷൻ കൊടുക്കാം നമുക്ക്. അപ്പൊ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2x ഇക്വേഷൻ കൊടുക്കുക. ഇപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ട് എക്സ് ഡിസ്പ്ലേസ്മെന്റ് അവിടെ തന്നേക്കണം 2 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. പിന്നെ വി സ്ക്വയർ ആണ് കാണേണ്ടത്. യുവിന്റെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പൊ ഇത് 0 വരും. ഇവിടെ 2 ഇൻറ്റു എയുടെ വാല്യൂ കൂടെ നിന്ന് കിട്ടിയ വാല്യൂ ഇൻറ്റു എക്സിന്റെ വാല്യൂ 2. ഇത് സോൾവ് ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇത് സ്ക്വയർ ചെയ്യാൻ വേണ്ടി റൂട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് വിയുടെ വാല്യൂ കിട്ടും 4.43 കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ ടെൻഷൻ ഇൻ എ സ്പ്രിംഗ് എയും ഓഫ് ദ ടു ബോഡി ഓഫ് മാസ് പറഞ്ഞ പോലെ രണ്ട് സ്പ്രിങ്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ രണ്ട് പുള്ളിങ് ഉണ്ട് ഇവിടെ അല്ലെ. സ്പ്രിങ് പുള്ളി ചെയ്തെടുക്കുന്ന രണ്ട് പുള്ളിങ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വെയിറ്റ്ലെസ്സും ഫ്രിക്ഷൻലെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പുള്ളിങ് ഉണ്ട്, ഇതൊരു പുള്ളിങ് ആണ് ഇവിടെ നിന്നിട്ട് ഇവിടെ നടിയിലേക്കും ഉണ്ട്. ഇതിന്റെ വെയിറ്റ് ഇവിടുത്തെ M1ന്റെ മാസ് 300 കിലോഗ്രാമും M2ൻ്റെത് 100 കിലോഗ്രാം പറയുന്നത്. ഇവിടുത്തെ ടെൻഷനും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ 2t ടെൻഷൻ ഉണ്ടായിരിക്കും. കാണേണ്ടത് ടെൻഷനും ആക്സിലറേഷനും ആണ് കാണേണ്ടത് ക്വസ്റ്റ്യനിൽ. ഇനി ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് എയില് ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൽ ഇതിൽ വരുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞ എ എന്ന ഈ ഫിഗറിൽ വരുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആയിരിക്കും. ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വലിക്കുന്ന അതേ ഫോഴ്സ് ആയിരിക്കുമല്ലോ ഇവിടെ നിന്ന് കിട്ടും. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വലിക്കുന്നതിന്റെ പകുതി വെയിറ്റ് ഇവിടേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് ആക്സിലേഷൻ വേണ്ടി ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റത്തെ ആക്സിലേഷന്റെ പകുതി ആയിരിക്കും ബിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ബിയുടെ ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ ആയിരിക്കും. ഈ 2 ഡിവിഷനിൽ കിടക്കുന്ന 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ എ ബി സി ഈക്വൽ ടു 2a എന്ന് കിട്ടും. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഓരോ ഒബ്ജക്റ്റ് എടുക്കുക. ഫസ്റ്റ് ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ബോഡി ഫ്രീ ബോഡി ഡയഗ്രാം വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് വരുന്നത് 300 കിലോ. ഇത് തന്നിരിക്കുന്നത് കിലോഗ്രാമിലാണ് ന്യൂട്രലിലേക്ക് ആക്കുക. അപ്പൊ 9x8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ സൈഡ് കിട്ടും. ഇവിടെ നിന്ന് വരുന്ന ടെൻഷൻ ഇവിടെ 2t എന്ന് പറഞ്ഞില്ല, 2 ടിയും വരുന്നുണ്ട്. 2 സ്ട്രിങ്ങുകൾ കണക്ഷൻ ഉണ്ട്. നേരത്തെ ഒരു സ്ട്രിങ്ങിനുള്ള കണക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഒറ്റ ഫിഗറിലേക്ക് 2 സ്ട്രിങ്ങിന്റെ കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ 2t ആയിരിക്കും. ഇത് മുകളിലേക്ക് ആയതുകൊണ്ട് ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും. അപ്പൊ നേരത്തെ കൊടുത്ത പോലെ ഇതേ മൈനസ് ഈ ടേം വരും. അത് ഫസ്റ്റ് ടേം മൈനസ് ഇത് ഈക്വൽ ടു പുറത്ത് വരുന്ന വെയിറ്റ് 300a കിട്ടി. ഇതിനെ നമുക്ക് ഇതാണ് നമ്മുടെ ഇതാണ് കിട്ടുന്നത് ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എല്ലാത്തിലും ഈ ടിയുടെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഈവൺ നമ്പർ ആയതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം പറയുന്നത്. ഈ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 300 ആയിരുന്നു. 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 150 വരും. ഇത് അങ്ങനെ തന്നെ എഴുതാം. ഈ 2 ടി ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 150 വരും. എന്നിട്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്ത ഒബ്ജക്റ്റ് എടുക്കുക. അടുത്ത ഒബ്ജക്റ്റ് വരുമ്പോൾ ഇവിടെ മാസം നിൽക്കുന്നത് 100 ആണ്. 100 ഇൻറ്റു 9.81 വരും. ഇവിടെ നമുക്ക് ടെൻഷൻ വരുന്നത് ഇവിടെ ഒരു ടെൻഷൻ, ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ടെൻഷൻ പറയുന്നുണ്ട്. അപ്പൊ അത് ടി വരും. ഇത് താഴേക്ക് മുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ടി മൈനസ് ഇത് നെഗറ്റീവ് വരും. ഈക്വൽ ടു 100 ഇൻറ്റു എ ബി എന്ന് കിട്ടും. ഇതില് ഈ എ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 മടങ്ങാണെന്നല്ലേ പറഞ്ഞത്. എയുടെ 2 മടങ്ങാണ് ബി എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്ക് പകരം എന്താ കൊടുക്കുക, 2ab. ഈ ബിക്ക് പകരം ഇത് ബിയുടെ ഒബ്ജക്റ്റിനാണ്. അപ്പൊ എയുടെ ഒബ്ജക്റ്റിന്റെ 2 മടങ്ങാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ എക്ക് പകരം ഒന്ന് കൊടുക്കൂടാ 2a എന്ന് കൊടുക്കാം. ഈ ബിക്ക് പകരം 2a എന്ന് കൊടുക്കാം. 2 ഇക്വേഷനായി. ഈ ഇക്വേഷൻ കിട്ടി, ഇവിടത്തെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻ അത് 2a ആയതുകൊണ്ട് നമുക്ക് ഈ ബിനെ മാറ്റി എയിലേക്ക് ആക്കി.
ആ ഇക്വേഷൻ അവിടെ വെച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ടേമും ഒരേ ഒരുമിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എ ആക്കിയത്. അല്ലെങ്കിൽ ഇവിടെ ബി തന്നെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൽ നിന്നും എയുടെ വാല്യൂ കിട്ടണം. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരേപോലത്തെ രണ്ട് വാരിയബിൾ വരാൻ പാടില്ല. രണ്ട് വാരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി രണ്ട് വാരിയബിൾ ഉണ്ട്, അതിൽ കൂടുതൽ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ടിയും ഉണ്ട് എയും ഉണ്ട്. രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഒരു ടിയും എയും. അപ്പൊ ഇത് ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നിന്ന് കൊടുത്തത് ഈ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് സൈഡിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ഇത് 2 ഇൻറ്റു ബി എ ബി ആയിരിക്കും എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക, ഇത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പൊ രണ്ട് ഇക്വേഷനായി. ഈ നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ 1+1 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോകും. ഈ ഫസ്റ്റത്തെ ഇക്വേഷനും ഇവിടുത്തെ നെഗറ്റീവ് ടി ആണ്, ഇവിടുത്തെ ഈ ഇക്വേഷൻ എടുക്കുന്നത്. ഇതാണ് ഇക്വേഷൻ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ചെയ്യാം. അപ്പൊ ഇത് നെഗറ്റീവ് ടി ആണ്, പോസിറ്റീവ് ടി ആണ്. അപ്പൊ ഇത് രണ്ടും ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ബാക്കിയുള്ള ടേമുകൾ എടുത്തുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ ഈ ടേം കിട്ടും. ഇവിടെ ഒരു 150 എ ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 250 2a വരും. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ഇത് പ്ലസ് ഇത് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റേറ്റ് കിട്ടും. ഇത് മൂന്ന് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 250 350 എ കിട്ടും. ഇവിടെ 350 വരാൻ പാടില്ല കേട്ടോ, 150 അല്ലേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ 200 ഡിവൈഡ് ചെയ്തപ്പോൾ 150 ഉണ്ട്. അപ്പൊ 250 ആയിരിക്കും വരാം കേട്ടോ. 250 ആണ്. 250 ഇൻറ്റു എ കിട്ടും. അപ്പൊ ഇതിന് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇത് ഈ മൊത്തം ടേമിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എയുടെ ആക്സിലറേഷന്റെ വാല്യൂ കിട്ടി 1.4 m/s² കിട്ടും. എന്നിട്ട് ഇതിപ്പോ നമുക്ക് എയുടെ വാല്യൂ കിട്ടിയത്. ബിയുടെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു എ ചെയ്താൽ പോലെ. അപ്പൊ ആക്സിലറേഷൻ ഓഫ് എയുടെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ കിട്ടി. സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മടങ്ങ് ഓഫ് എ ആണെന്ന് പറഞ്ഞു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ഓഫ് ബിയും കിട്ടി, ഇവിടെ എ ഓഫ് എയും. ഫസ്റ്റ് ഒബ്ജക്റ്റിനെയും കിട്ടി, സെക്കൻഡ് ഒബ്ജക്റ്റിന്റെയും ആക്സിലറേഷൻ കിട്ടി. ഇനി എ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇതിൽ ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ടിയുടെ വാല്യൂ കൊണ്ട് കൊടുത്തു. എയുടെ വാല്യൂ ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുക്കാം കേട്ടോ. ഫസ്റ്റത്തെ ഇക്വേഷൻ പറയുമ്പോൾ ഇത്രയും സോൾവ് ആയിട്ട് എടുക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ടിയുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഇത് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ടേം ആവും. അപ്പൊ ഈ രണ്ട് ടേം വരും. ഇവിടെ നമുക്ക് ഈ എയുടെ വാല്യൂ കിട്ടിയേക്കണ എയുടെ വാല്യൂ ഇവിടെ കൊണ്ട് 1.24 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 100 ഇൻറ്റു 2 ഇൻറ്റു 1.4 പ്ലസ് ഈ മൈനസ് ടേം പദവും പ്ലസ് ആയി 100 ഇൻറ്റു 9.881. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി 1261 ഉടനെ കിട്ടി. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇത് ഏകദേശം രണ്ട് കേസിലും ഒരേപോലെ തന്നെയാണ് വരിക. എടുക്കണത് ഒന്ന് കറക്റ്റ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി അടുത്തത് ഇത്തിരി കൂടി സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ മാസം തോന്നുള്ളൂ. ഓരോ ഒബ്ജക്റ്റിന്റെ മാസം അതിന്റെ ടെൻഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വെയിറ്റ് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്നേക്കണത് 4500 ന്യൂട്ടൺ ആണ്. സപ്പോർട്ടിന് വെർട്ടിക്കൽ പ്ലെയിൻ, പിന്നെ സ്ട്രിങ് ആൻഡ് പുള്ളി സ്ട്രിങ് ആണ് അറേഞ്ച്ഡ് ആസ് എ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഈ ഫ്രീ എൻഡ് എയുടെ എൻഡ് എന്ന് പറയുന്നത് ഈ എൻഡ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ് ഈസ് പുൾഡ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് പുൾ ചെയ്യുന്നത്. ഇതിന്റെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 1.8 m² തന്നിട്ടുണ്ട്. അതിന്റെ ടെൻഷൻ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വെയിറ്റ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ കേസിൽ ഈ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 4500 തന്നിട്ടുണ്ട്. അതുപോലെ ന്യൂട്ടൺ ആണ് തന്നേക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന ആക്സിലറേഷൻ 1. ഇത് ഫസ്റ്റത്തെ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ആണ് 1.8 എന്ന് പറയുന്നത്. ടെൻഷൻ നമുക്ക് കാണണം. അപ്പൊ ഇത് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് 1/2 ആണെന്ന് പറഞ്ഞത്. അതിന്റെ 1/2 മടങ്ങാണ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞത്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 0.9 കിട്ടി ബിയുടെ ആക്സിലറേഷൻ. എത്ര വരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഒബ്ജക്റ്റ് വന്നു, ഇതിൽ വെർട്ടിക്കലായിട്ട് അതിന്റെ എപ്പോഴും താഴേക്കായിരിക്കും നമുക്ക് എന്താ പറയുക വെയിറ്റ് അപ്ലൈ ചെയ്യുക. വെയിറ്റ് കൊടുത്തു. ഇവിടെ രണ്ട് ടെൻഷൻ ഉണ്ട്, ഈ രണ്ട് സൈഡിലും ടെൻഷൻ ഉണ്ട്. അപ്പൊ 2T ആയിട്ട് എടുക്കാം. ഇത് മുകളിലേക്കാണ് ടെൻഷൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. മുകളിലേക്കാണ് അത് മൂവ് ചെയ്യുക. അതായത് ഇവിടെ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ മുകളിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് വെർട്ടിക്കലായിട്ട് എന്തൊക്കെയുണ്ട്, 2T ഉണ്ട്. അതുപോലെ 400 ന്യൂട്ടൺ, 2Tയും 400 ന്യൂട്ടനും ഈക്വൽ ടു MA. എം എന്ന് പറയുന്നത് എന്ന് വന്നേക്കണത് ഇപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ന്യൂട്രൽ വന്നേക്കണം. അപ്പൊ നമുക്ക് ഇതിനെ മാസിലേക്ക് ആക്കുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം. 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ടിയുടെ വാല്യൂ ആണ് കിട്ടുന്നത്, നേരിട്ട് ചെയ്യാൻ പറ്റും.
2t is equal to ഈ ടേം is equal to ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ബാക്കിയുള്ളത് മൾട്ടിപ്പിൾ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടിയുടെ വാല്യൂ. ക്ലിയർ ആണോ? clear ആണ്. ഇനി ഡി ആൽബർട്ട്സ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഡി ആൽബർട്ട്സ് ലോ എന്ന് പറഞ്ഞാല് ഒരു മൂവിങ് ബോഡിയിൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. മൂവിങ് ഒബ്ജക്റ്റിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുക. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് എന്ന് പറയുന്നത് ഡി ആൽബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഇവിടെ നിന്ന് ഈ എഫിന്റെ അടുത്തേക്ക് ഈ എം നെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് മൈനസ് ഇത് പ്ലസ് ടേം ആയിരുന്നു, ഇത് ഈക്വലിനോട് പുറത്താവും മൈനസ് ടേം ആവും, എം എ സീക്വൽ 0. അപ്പൊ നമുക്ക് ഈ ആൽബർട്ട്സിന്റെ ഇക്വേഷൻ എന്ത് വരും? എഫ് മൈനസ് എം എ സീക്വൽ 0 എന്ന് കിട്ടും. ഇനി ഈ എം എ എന്നുള്ളത് ഈ മൈനസ് എം എ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ മൈനസ് എം എ എന്ന് പറഞ്ഞാല് ഇനർഷ്യ ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ ഇനർഷ്യ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റിൽ തന്നെ തുടരാനോ അല്ലെങ്കിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവിൽ തുടരാനുള്ള ആ പ്രവണതനെയാണെന്ന് പറയുന്നത് ഇനർഷ്യ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനർഷ്യ ഓഫ് ഫോഴ്സിനും ഈ മൈനസ് എം എക്ക് പകരം നമുക്ക് ഇനർഷ്യ ഓഫ് ഫോഴ്സിന്റെ എഫ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായി? ഇത് ഫോഴ്സ്, ഇത് ഡൈനാമിക് വരുന്ന നമുക്ക് ഫോഴ്സ് പ്ലസ് ഇനി ഇതിന് പകരം എഫ് ഇൻറ്റു ടി കൊടുക്കുക. അപ്പൊ എഫ് ടി അല്ല ഐ. അപ്പൊ എഫ് ഐ സീക്വൽ 0. ഈ എഫ് ഐ എന്ന് വെച്ചാൽ ഇനർഷ്യ ഓഫ് ഫോഴ്സ്. എഫ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എം എ ആണ്. ഇത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? എഫ് പ്ലസ് എഫ് ഐ സീക്വൽ 0 എന്ന് കിട്ടും. എഫ് എപ്പോഴും റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. ഡൈനാമിക്കിൽ വരുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഇനർഷ്യ ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് ഈക്വൽ ടു 0 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിൽ ആപ്ലിക്കേഷൻ വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതിന്റെ ഡയറക്ഷൻ വരുന്ന ഓപ്പോസിറ്റ് ആയിരിക്കും. അത്രയാണ് ഈ ഡി ആൽബർട്ട് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിന്റെ പ്രോബ്ലം ചെയ്യണം. അത് ഞാൻ എടുത്തിട്ടില്ല. ഇതുവരെ ക്ലിയർ ആണോ? ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ clear ആണ്. ഈ പ്രോബ്ലംസ് ക്വസ്റ്റിൽ കാണുന്നുണ്ട്. ക്വസ്റ്റിനുള്ള ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ആയ ഫിഗർ അതൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പറഞ്ഞ ഒരു റഫ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്ലെയിൻ ആണ്. അത് റൈസ് ചെയ്യുന്നത് 1 സെന്റിമീറ്ററും ഫോർ എവറി 5 സെന്റിമീറ്റർ അലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഫിഗർ എ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ റൈസ് ചെയ്യുന്നത് 1 സെന്റിമീറ്റർ താഴേക്ക് ഇത് നമുക്ക് സി എന്ന് അടയാളപ്പെടുത്താം. അപ്പൊ ഇവിടെ നിന്ന് എവരി അലോങ് ഇംഗ്ലീഷ് ലൈൻ വരുന്നത് ഇപ്പത്തോട്ട് ഇതായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ആംഗിൾ വരുന്നത് നമുക്ക് ഇംഗ്ലീഷിന്റെ ആംഗിൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിന് ബി ആയിട്ട് കൊടുക്കുക. ഇത് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇതില് ഇത് 1 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഈ 1 ബൈ ഈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്, ഇതാണ് അഡ്ജസന്റ് സൈഡ് ഇത് ഹൈപ്പോട്ടനൂസ്. അപ്പൊ നമുക്ക് 1/5 വരും. തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/5 വരും. 1 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/5 എന്ന് പറഞ്ഞാല് കാൽക്കുലേറ്റർ നോക്കാട്ടെ. കാൽക്കുലേറ്റർ നമുക്ക് 11 പോയിന്റ് സംതിങ് ആണ്. നമുക്ക് 11.31 ആണ് വരാൻ പോകുന്നത്. ഫിഗർ ഇങ്ങനെ വരാം. അപ്പൊ ആംഗിൾ വരാം. ക്ലിയർ ആണത്? clear ആണ്. അപ്പൊ ഇത് ഇംഗ്ലീഷിന്റെ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് കണ്ടെത്താം. ബാക്കിയുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞതെല്ലാം കഴിഞ്ഞ പറഞ്ഞതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പോർഷൻ ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എത്ര വരെ ക്ലിയർ അല്ലേ ഇന്ന് പറഞ്ഞത് മൊത്തം? ഇന്ന് പറഞ്ഞത് ക്ലിയർ. ഇതിന്റെ നോട്ട് ഞാൻ ഒന്ന് സാറ് സെൻഡ് ചെയ്യാം. ചെയ്ത് നോക്കാട്ടോ. ഓക്കെ. അപ്പൊ അതിനോട് ഓരോ ഈ കണക്റ്റഡ് ബോഡീനായിട്ടും മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡിയിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ഇട്ട് തരാം കേട്ടോ. അതൊരു പേജിൽ പോയി കൈനറ്റിക്സിന്റെ കേസിൽ വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്.
ഈ പേജ് സെപ്പറേറ്റ് ഇട്ടിട്ടുതരാം. ഇന്നലെ സെൻഡ് ചെയ്യണം. ഇന്നലെ വിട്ടുപോയി. ഇന്നലെ വൈകി അടുത്ത ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ മറന്നു. ഇതിനോട് ഇന്നലെ ഇട്ടുതരാം. ഇന്നലെ ചെയ്തോ. ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മതി. കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഈ ഡി ആൽബർട്ടിന്റെ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അടുത്ത ദിവസം ലീവ് കിട്ടും.